ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് വന്നിരിക്കുകയായിരുന്നു. ഈ സമയം ഗോകുൽ ഇപ്പോൾ അർച്ചനയെ ചോദ്യം ചെയ്യുകയാണ്. എവിടെ പോയിരുന്നു, എന്തിനാണ് പോയത് എന്നൊക്കെ. അർച്ചന ഓരോ കളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് രാജീവ് അപ്പോൾ അവിടേക്ക് വരുന്നു. രാജീവ് അർച്ചനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല, എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യവും തനിക്കുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് പോകണമെന്ന് മാത്രം എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് ശിശിര വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ഇവൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നൊക്കെ ശിശിര പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർത്തോളും. ജീവിതത്തിൽ പലർക്കും പല ലക്ഷ്യങ്ങളും നേടാനുണ്ടാകും, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് രാജീവ് പറയുന്നുണ്ട്. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, അതെ, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എല്ലാവരും എന്നെ മണ്ടിയാക്കുന്നത് എന്നൊക്കെ ശിശിരയും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സംസാരമാകുന്നുണ്ട്. ഉടനെ രാജീവ് ഇപ്പോൾ ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ അളിയ സച്ചിയുടെ കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുന്നത്. ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, അതെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പ്രഖ്യാപിക്കുമെന്നാണ് തോന്നുന്നത്. ഈ വിധി സച്ചിക്ക് അനുകൂലമായി തന്നെ വരും, സമ്മർദ്ദിക്ക് എന്ത് തോന്നുന്നു എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. എനിക്കതൊന്നും പറയാൻ അറിയില്ല, എല്ലാം നീതി പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചന ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ശേഷം അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ഇപ്പോൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. വിധി അനുകൂലമായി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അർച്ചന പ്രാർത്ഥിക്കുന്നത്. ഇതേ സമയം തന്നെ ആരതിയും സച്ചിയും കാണിക്കുന്നുണ്ട്. അവരിപ്പോൾ കോടതിയിലെത്തിയിരിക്കുകയാണ്. അവന്തിക ഇതുവരെ കോടതിയിലെത്തിയിട്ടില്ലായിരുന്നു. അവന്തിക കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന ആ സ്വത്തുക്കളെല്ലാം തന്നെ സച്ചിക്ക് കൈമാറണം എന്നാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സച്ചിക്ക് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വിധി വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സച്ചി. അവന്തിക വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെയധികം ടെൻഷനോടെ തന്നെ വിധി എന്താകുമെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അവന്തിക. ഈ സമയം പൂജാമുറിയിൽ തന്നെ നിൽക്കുകയാണ് അർച്ചന പ്രാർത്ഥനയോടെ. ഇതേ സമയം ഇപ്പോൾ മൂർത്തി അവന്തികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് അവന്തിക ഒന്ന് ഞെട്ടി. ആകെ തളർന്നു പോകുന്നുണ്ട് അവന്തിക. സച്ചി ഇപ്പോൾ ബിജുക്കുട്ടനോട് പറയുന്നുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ബിജുക്കുട്ട, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നടാ, ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് തിരികെ കിട്ടി, എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബിജുക്കുട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ സച്ചി. ഞാൻ ഈ സന്തോഷം ആദ്യം വീട്ടിലേക്ക് വിളിച്ച് പറയട്ടെ എന്ന് സച്ചി പറയുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ വരട്ടെ, ആദ്യം സന്തോഷം പങ്കുവെക്കേണ്ട ആൾ ദാ വരുന്നു എന്ന് ബിജുക്കുട്ടൻ പറയുന്നു. ആരതിയായിരുന്നു അവിടേക്ക് വരുന്നത്. വക്കീൽ കാരണമാണ് നിനക്കിതെല്ലാം തിരിച്ചു കിട്ടിയത് എന്ന് ബിജുക്കുട്ടൻ പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ സച്ചി ഇപ്പോൾ ഓടിച്ചെന്ന് ആരതിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആരതി അതൊട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. വക്കീലെ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ സച്ചി കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഉടനെ ആരതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഇത്, സന്തോഷിക്കുന്നതിന് പകരം സങ്കടപ്പെടുകയാണോ എന്ന് ആരതി ചോദിക്കുമ്പോൾ ഇതവൻ്റെ സന്തോഷം തന്നെയാണെന്ന് പറയുന്നുണ്ട് ബിജുക്കുട്ടൻ. വളരെയധികം സന്തോഷത്തോടെ സച്ചി ഇപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എന്താ വക്കീലിന് തരേണ്ടത്, എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എല്ലാം തരാം, അല്ലെങ്കിൽ വേണ്ട വലിയ കാറ് ബംഗ്ലാവ് ഒക്കെ തരാം, എൻ്റെ കമ്പനിയിലെ എല്ലാം തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ എന്ത് പറയണമെന്നറിയാതെ സച്ചി ഇങ്ങനെ തുള്ളി ചാടുന്നുണ്ട്. ഉടനെ ആരതി ചോദിക്കുന്നുണ്ട്, കൊള്ളാം, ഇതൊക്കെ എന്തൊക്കെയാണ് ഓഫർ എനിക്ക് ചെയ്യുന്നത്, എൻ്റെ ദൈവമേ, ഒറ്റ നിമിഷം കൊണ്ട് സച്ചിയാകെ മാറിയല്ലോ എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഒരുപാട് ആഹ്ലാദിക്കാൻ വരട്ടെ, ഇനിയും ഒരുപാട് കടമകൾ കടക്കാനുണ്ട് എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറഞ്ഞുകൊണ്ട്, ഇനി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ചാടിക്കിടക്കും, പക്ഷേ വക്കീലിനോടുള്ള കടപ്പാട് ഈ ജന്മത്തിൽ തീർക്കാൻ സാധിക്കില്ല, വക്കീലിൻ്റെ ചങ്കാണ് എന്നൊക്കെ സച്ചി വളരെയധികം സന്തോഷത്തോടെ പറയുന്നുണ്ട്. ആ ഭദ്രകാളി ഉണ്ടല്ലോ, ഈ കാര്യം അറിഞ്ഞപ്പോൾ അവൾ ബോധം കെട്ട് വീണ് കാണും, എനിക്ക് അവരെ നേരിട്ട് കാണണം, ഈ കേസ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഒരു കാർ വരുന്നുണ്ടായിരുന്നു. അതിൽ മറ്റാരുമായിരുന്നില്ല, ഗോകുലായിരുന്നു. ഗോകുൽ വരുന്നത് കണ്ട് ഇപ്പോൾ സച്ചിക്ക് അത്ര സന്തോഷം തോന്നുന്നില്ല. എന്നാൽ ഗോകുൽ വളരെയധികം സന്തോഷത്തോടെയാണ് വന്നത്. വിധി അറിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല, നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ തോന്നി എന്ന് പറഞ്ഞ് ആരതിക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ ഇപ്പോൾ അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് വന്ന് സച്ചിക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. എന്നാൽ സച്ചി മുഖം തിരിച്ചു കളയുകയാണ്. എന്താ സച്ചി ഇത്, സാറ് നമ്മുടെ സന്തോഷത്തിൽ പങ്കിടാൻ വന്നതല്ലേ എന്ന് ആരതി പറയുമ്പോൾ ആരതിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇപ്പോൾ സച്ചി താങ്ക്സ് പറയുന്നുണ്ട് ഗോകുലിനോട്. സച്ചി അങ്ങനെ ഗോകുലിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട് ഗോകുൽ ആരതിയോട് പറയുന്നുണ്ട്, അയാളുടെ മുന്നിൽ ഞാനിപ്പോൾ ഒരു ദുഷ്ടനാണ്. ഉടനെ ആരതി പറയുന്നുണ്ട്, അങ്ങനെയല്ല, സച്ചി ഒരു പാവമാണ് എന്ന് ആരതി പറയുന്നുണ്ട്. എന്തായാലും ഈ കോടതി വിധി വന്നതുപോലെ തന്നെ അർച്ചനയുടെ കാര്യത്തിലും ഒരു സമയം വരും, അന്നെല്ലാം കലങ്ങി തെളിയും. എന്തായാലും വിധി കേട്ടപ്പോൾ സാറിന് സച്ചിയെ വന്ന് അഭിനന്ദിക്കാൻ തോന്നിയല്ലോ, അത് നന്നായി എന്നൊക്കെ ആരതി പറയുന്നു. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്.
വളരെയധികം വിഷമത്തോടെ തന്നെയാണ് ഗോകുൽ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് കണ്ട് ആരതി ഇപ്പോൾ സച്ചിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഇതിങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇന്ന് കേസ് ജയിച്ചതിൻ്റെ സന്തോഷമാണ്, നമുക്കത് ആഘോഷിക്കാം സച്ചി വാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആരതിയും ബിജിക്കുട്ടനും കൂടി സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശേഷം കാണിക്കുന്ന അവന്തികയാണ്. അവന്തിക്ക് ഇപ്പോൾ കേസ് തോറ്റത് കൊണ്ട് തന്നെ വളരെയധികം ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്വന്തം വക്കീലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസ് തോറ്റൊന്നും പോരാ, എന്നിട്ട് അയാൾ എന്നെ പഠിപ്പിക്കാൻ വരികയാണ്. അയാളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ആ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടത് അയാളുടെ ഭാഗത്തു നിന്നല്ല എന്നൊക്കെയാണ് അയാളിപ്പോൾ പറയുന്നത്. ചോദിച്ച പണം കൊടുത്തിട്ടാണ് അയാളെ വക്കീലായി വെച്ചിരിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല എന്നൊക്കെ ഇങ്ങനെ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്. മേഡത്തിന് അനിയത്തിയാണ് ചതിച്ചത്, അതിന് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്ന് മൂർത്തി പറയുന്നുണ്ട്. അയാളെ അഡ്വക്കേറ്റായി വെച്ചതാണ് നമ്മുടെ തെറ്റ്, ഇനി അയാളുടെ ആവശ്യം നമുക്കില്ല. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടാൻ നാളെ തന്നെ നമുക്ക് മറ്റൊരു വക്കീലിനെ കണ്ടെത്തണം എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ അർച്ചന അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് അവന്തിക പറയുന്നുണ്ട്, സമൃദ്ധ അവിടെ ഇരിക്കുകയെന്ന്. എന്ത് പറ്റി, എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഇനി എന്ത് പറ്റാനാ, കേസ് തോറ്റു എന്ന് അവന്തിക പറയുമ്പോൾ, അയ്യോ തോറ്റുപോയോ, കഷ്ടമായല്ലോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട്. എന്നാലും എന്ത് പണിയായി കോടതി കാണിച്ചത്, ന്യായം അവന്തികയുടെ ഭാഗത്തല്ലേ, എന്നിട്ട് കേസ് തോക്കുക എന്നൊക്കെ വെച്ചാൽ എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്, കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ രഹസ്യമായി സൂക്ഷിച്ച തെളിവുകൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരോ ചോർത്തി, അത് അഡ്വക്കേറ്റ് ആരതിയുടെ കയ്യിലെത്തിച്ചു, അവളത് കോടതിയിൽ എനിക്കെതിരെ ഉപയോഗിച്ചു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അന്ന് അർച്ചന വീട്ടിൽ വന്ന് ആ ഒരു തെളിവുകളൊക്കെ എടുത്തുകൊണ്ട് പോയ കാര്യം ഓർക്കുന്നുണ്ട്. ഉടനെ അർച്ചന ഇപ്പോൾ പറഞ്ഞിട്ട്, സാരമില്ല, ഇവിടെ തോറ്റാലും ഇതിന് മുകളിലും കോടതി ഉണ്ടല്ലോ, അവിടെ അവന്തിക ജയിക്കും, കാരണം നീതിയും ന്യായവും സത്യവുമെല്ലാം അവന്തികയുടെ ഭാഗത്തല്ലേ, ഇതെല്ലാം ആ ജോത്സ്യൻ പറഞ്ഞ ദോഷങ്ങൾ കൊണ്ടാണ്, ആ ദോഷങ്ങൾ മാറ്റാതെ ഇനി കേസ് ജയിക്കില്ല എന്ന് അർച്ചന ഇപ്പോൾ പറയുന്നു. ഇത് കേട്ടിപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും ജോത്സ്യൻ പറഞ്ഞ പൂജകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ അവന്തികയുടെ കൂടെ തന്നെയുണ്ട് എന്ന് അർച്ചനയും പറയുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, കേസ് തോറ്റു എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, കഷ്ടപ്പെട്ട് ഞാൻ നേടിയതിൽ നിന്നും ഒരു തരി പോലും ഞാൻ ആർക്കും തിരിച്ചു കൊടുക്കില്ല, കോടതിയെങ്കിൽ കോടതി, അങ്ങനെ എന്നെ തോൽപ്പിച്ചിട്ട് ആരും ഇതനുഭവിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, വിട്ടുകൊടുക്കരുത്, ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കരുത്, ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം കേസ് ജയിക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ പരിഹാരക്രിയകളും ചെയ്യണം, എങ്കിലേ കേസ് ജയിക്കാൻ പറ്റൂ എന്ന് അർച്ചന പറയുന്നത് കേട്ട് ചെയ്യണം, എല്ലാം ഉടൻ തന്നെ ചെയ്യണം എന്ന് അവന്തികയും പറയുന്നു. അവന്തികയെ, നീ തോറ്റു നിൽക്കുന്ന ഈ നിമിഷം ഇത് കാണാനാണ് ഞാൻ നേരിട്ട് ഇവിടെ എത്തിയത്, എനിക്ക് സന്തോഷമായി, അയാളല്ല ഈ കേസിൽ നിന്നെ തോൽപ്പിച്ചത്, ഞാനാണ്, ഈ തിരിച്ചടിയുടെ കൂടെ അടുത്ത അടിയും ഞാൻ തരാൻ പോവുകയാണ്, നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിക്കാൻ പോകുന്ന കനൽ കാവടി എന്താണെന്ന് നീ നോക്കിക്കോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് കാഞ്ചനയാണ്. അവന്തികയുടെ അമ്മാവനായ അനിരുദ്ധൻ്റെ മകളാണ് കാഞ്ചന. കഴിഞ്ഞ ദിവസം കാഞ്ചനയും അമ്മയും കാണാനായി രാജീവും അർച്ചനയും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഒരു പെൻഡ്രൈവ് കാഞ്ചനയെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ലാപ്ടോപ്പിലിട്ട് നോക്കുകയാണ് കാഞ്ചനയും അമ്മയും കൂടി. അനിരുദ്ധനെ അവന്തിക വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു സീനായിരുന്നു അതിലുണ്ടായിരുന്നത്. അനിരുദ്ധേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അവൾ ചതിക്കുമെന്ന്, പക്ഷെ കേട്ടില്ല എന്നൊക്കെ കാഞ്ചനയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടി അവരോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലമ്മേ എന്ന് കാഞ്ചന പറയുമ്പോൾ ഉടനെ അവർ അമ്മ പറയുന്നുണ്ട്, ആ സാറും മേഡവും പറഞ്ഞ വഴി തന്നെയാണ് നമുക്ക് നല്ലത് എന്നൊക്കെ കാഞ്ചനയുടെ അമ്മ പറയുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ വേഷം കിട്ടി ചെന്നാലും അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാനാണെന്നേ അവർ വിചാരിക്കും, വേറെ എന്തെങ്കിലും വഴി ആലോചിക്കുന്നതാണ് നല്ലത് എന്ന് കാഞ്ചന പറയുന്നുണ്ട്. ഇനി എന്ത് വഴി ആലോചിച്ചിട്ടായാലും ആ വീടിന് പുറത്തുനിന്ന് മാത്രമേ അവരെ എതിർക്കാൻ നമുക്ക് സാധിക്കൂ, അല്ലാതെ ഇവിടെ ആ ബുദ്ധിയല്ല വേണ്ടത് എന്നൊക്കെ കാഞ്ചന പറയുമ്പോൾ, മോളെ, പണം കൊണ്ടും സ്വാധീനം കൊണ്ടും നമ്മളെക്കാൾ ശക്തിയുള്ള ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഒരു പ്രതികാരം നേരെ മുന്നിൽ ചെല്ലുക എന്നതല്ല, സ്നേഹം നടിച്ച് ഒപ്പം കൂടണം, കാല് പിടിച്ച് ആ വീടിനകത്ത് കയറണം, അവളുടെ വിശ്വാസം നേടണം, എന്നിട്ട് സമയമാകുമ്പോൾ അവളെ തീർക്കണം എന്നൊക്കെ കാഞ്ചനയുടെ അമ്മ പറയുന്നു. അപ്പോൾ ഈ തെളിവുമായി നമ്മളെ തേടി വന്നവരെ നമുക്ക് വിശ്വസിക്കാം അല്ലേ എന്ന് കാഞ്ചന ചോദിക്കുന്നുണ്ട്. വിശ്വസിക്കാം, അവരുടെയും ലക്ഷ്യം അവന്തികയുടെ നാശമാണ്, ഇല്ലെങ്കിൽ ഈ തെളിവുകളുമായി നമ്മളെ തേടി വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അമ്മ. ശേഷം കാണിക്കുന്ന കമലയാണ്. കമല ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി സേതുമാധവൻ്റെയും കമലയുടെ ഭർത്താവായ മാഷിൻ്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ വന്നു ചെന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ കബളിപ്പിച്ച് അവന്തിക കൊണ്ടുപോയതെല്ലാം നമ്മുടെ സച്ചിമോൻ തിരിച്ചു പിടിച്ചു എന്ന് കമല പറയുന്നു. എല്ലാ ദുരന്തങ്ങളും ഇതോടെ അവസാനിച്ചു, ഇതൊന്നും കാണാൻ സേതുവേട്ടനും മാഷും ഇല്ലാതായി പോയല്ലോ,
എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് ഇപ്പോൾ കമല. എന്താ അമ്മ ഇത്? ഇപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവർ രണ്ടുപേരും ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം ഇപ്പോഴേ അറിഞ്ഞു കാണും എന്ന് സച്ചി പറയുന്നു. നിങ്ങളാരും ജോലിക്ക് ഇനി ഒരിടത്തേക്കും പോകണ്ട, നിങ്ങളൊക്കെ ഇനി രാജകുമാരിമാരാണ്, എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് ഇപ്പോൾ സച്ചി. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗൗരിയാണ്. ഗൗരിയോടെ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അവിടേക്ക് വളരെയധികം സന്തോഷത്തോടെ തന്നെ ഗൗരിമോളെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന വരുന്നുണ്ട്. എന്നിട്ട് അർച്ചന ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഒക്കെ ഗൗരിക്ക് കൊടുക്കുന്നു. എന്തിനാ ഇപ്പോൾ ചോക്ലേറ്റ്? എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഗൗരിമോള്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഹാപ്പി ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ചോക്ലേറ്റ് തരത്തുള്ളൂ, അല്ലാതെ എൻ്റെ മോൾക്ക് തരാനായിട്ട് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അർച്ചന. ഇത് കണ്ട് ഗൗരി പറയുന്നുണ്ട്, ഇന്ന് അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ ഗൗരി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സമയം ഗോകുൽ അവിടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി, താനിന്ന് നല്ല ഹാപ്പി മൂഡിലാണല്ലോ എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട്. ഞാൻ മോളോട് കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ, എങ്കിൽ തനിക്ക് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന് ഗോകുലും പറയുന്നു. എനിക്ക് സന്തോഷമോ? അതെന്ത് വാർത്തയാണ് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സച്ചിയുടെ കുടുംബത്തിന് നീതി കിട്ടി, കോടതി അവർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു എന്ന് ഗോകുൽ പറയുമ്പോൾ, അത് ഗോകുലിൻ്റെ അന്നത്തെ റിപ്പോർട്ട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, യഥാർത്ഥത്തിൽ ഗോകുലിൻ്റെ ആ റിപ്പോർട്ടാണ് അവരെ കേസിൽ ജയിപ്പിച്ചത് എന്ന് അർച്ചന പറയുന്നുണ്ട്. തനിക്കിത് കേട്ടിട്ട് സന്തോഷമൊന്നുമില്ലേ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഗൂഗിൾ ഇതുപോലെ എത്രയോ കേസുകളിൽ ഇടപെടുന്നു, ചില കേസുകളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുമുണ്ട്, അതുപോലെ ഇതും സന്തോഷമുള്ളതല്ലേ എന്ന് അർച്ചന പറയുന്നു. ഗൗരിമോളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരില്ലേ, അതുകൊണ്ട് തനിക്കിത് അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ കരുതി എന്ന് ഗൂഗിൾ പറയുമ്പോൾ, കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർ ജയിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗൂഗിളിനോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത്. പിന്നെ ഗൂഗിൾ പറഞ്ഞതുപോലെ നമ്മുടെ ഗൗരിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമല്ലേ, ആ സന്തോഷം എനിക്കുമുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് അർച്ചന പറയുന്നു. എങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ശേഷം അർച്ചന അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.